ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന. ദൈവത്തിൻ്റെ മുന്നിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും വലിയ ദുർഭഗമായ അവസ്ഥ. ദൈവത്തിൻ്റെ മുന്നിലെങ്കിലും എന്നെ എളിമപ്പെടുത്തുവാൻ ശ്രമിച്ചില്ല എങ്കിൽ പിന്നെ ദൈവ അനുഭവം നിത്യമായും നമുക്ക് നഷ്ടപ്പെടും. 2 വ്യക്തികളോടായാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. ഒന്ന്, തങ്ങൾ നീതിമാന്മാരാണെന്ന് സ്വയം വിശ്വസിക്കുന്നവർ, ഇവിടെ ഫരിസേയർ. 2, മറ്റുള്ളവരെ അവജ്ഞയോടെ കാണുന്നവരോട്, ഫരിസേയ മനോഭാവം ഉള്ളവർ. 2 ദേവാലയ അനുഭവങ്ങളാണ് ഫരിസേയനും ചുങ്കക്കാരനും. 1, ദേവാലയത്തിൻ്റെ ഉള്ളിലെ ദേവാലയമാകുവാൻ വിളിക്കപ്പെട്ട ഫരിസേയൻ തന്നിലെ ദേവാലയ അനുഭവത്തെ ചുങ്കക്കാരനെ വിമർശിക്കുന്നതിലൂടെ നഷ്ടപ്പെടുത്തുന്നു. 2, ദേവാലയത്തിൻ്റെ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന, സ്വയം പാപിയെന്ന് ഏറ്റുപറഞ്ഞ് വേദനയോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ ദേവാലയം തന്നെയാണ്. അവൻ്റെ അനുതാപത്തിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും ഉള്ള ദൈവ യാചനയിൽ അവൻ ദേവാലയത്തെ തീർക്കുന്നു. 46 സംവത്സരം കൊണ്ട് നിർമ്മിച്ച ജെറുസലേം ദേവാലയത്തെ നിങ്ങൾ തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും എന്ന് കർത്താവ് പറഞ്ഞ ദേവാലയ അനുഭവം ഇതുതന്നെയാണ്. എന്നിൽ ഞാൻ ഈ ദേവാലയത്തെ പുനരുദ്ധരിക്കും, പുനർനിർമ്മിക്കും. അത് കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും തന്നെയാണ് കർത്താവ് പറഞ്ഞത്. വിശ്വാസികളായ നാം ദേവാലയം നിർമ്മിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്റെ സഹനങ്ങളെയും പീഡകളെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ പാപത്തിൽ നീ മരിച്ചുകൊണ്ട് പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുന്ന ഏറ്റവും വലിയ ആത്മീയ സത്യമാണ് ഈ ദേവാലയ അനുഭവം. സ്വയം ന്യായീകരിക്കുന്നവനെയല്ല, ദൈവത്താൽ ന്യായീകരിക്കപ്പെടുന്നവനാണ് യഥാർത്ഥ പ്രാർത്ഥനാ ബന്ധം ഉള്ളവൻ. കാരണം ദേവാലയമെന്നത് ദൈവബന്ധത്തിൻ്റെ ഇടമാണ്. ഭാരതത്തിൽ ക്രിസ്തീയ മിഷണറിമാർ കടന്നുവന്ന് തീർത്ത ദേവാലയ അനുഭവമാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പാരമ്പര്യം. എന്നാൽ ദൈവ സഹായം പിള്ളയുടെ രക്തസാക്ഷിത്വവും വിശുദ്ധ അൽഫോൺസമ്മയുടെ സഹനസാക്ഷ്യവുമൊക്കെ ഭാരതത്തിൻ്റെ മക്കളിലൂടെ പണിയപ്പെട്ട ദേവാലയത്തിൻ്റെ നവ്യ അനുഭവമായി തീർന്നു. കത്തോലിക്ക സഭ എന്നും ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്ന സഭയാണ്. ദേവാലയത്തിൻ്റെ പുറത്തേക്ക് നീ ഇറങ്ങിപ്പോകുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ ദേവാലയങ്ങളാക്കി മാറ്റുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നിന്റെ കത്തോലിക്ക വിശ്വാസം എന്ന തിരിച്ചറിവും ബോധ്യപ്പെടുത്തലുമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. നാം ഉയർത്തപ്പെടുവാൻ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മിലെ ദേവാലയം ഉയർത്തപ്പെടുകയില്ല. നമുക്ക് മറ്റുള്ളവരിൽ ദേവാലയം ഉയർത്തുവാൻ ആവുകയില്ല. നാം സ്വയം താഴ്ത്തി, വചനം പറയുന്നത് പോലെ തന്നെ താഴ്ത്തുന്ന പ്രാർത്ഥനകൾ നിന്നിൽ ദേവാലയത്തെ ഉയർത്തുന്ന ആത്മീയ സത്യങ്ങളായി മാറും. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിൻ്റെ ദേവാലയത്തെ, സഭയെ പണിയുന്നവരാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.